ഒരു വർക്ക്ഷോപ്പിന് പോയാലോ? ഞാനിവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ ടീം ബിൽഡിംഗ് ഡേ ആണിന്ന്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. കുറച്ചൊന്ന് ടോപ്പിലേക്ക് എത്തണം. വീട്ടിൽ നിന്നൊരു 1.5 കിലോമീറ്റർ കൊണ്ട് എനിക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇത് പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആട്ടോ. സംഭവം ഞാൻ എന്നും കാണുന്നതാണെങ്കിലും എന്തോ എപ്പോൾ കണ്ടാലും ഒരു പുതുമ തോന്നാറുണ്ട്. എല്ലാ പ്രാവശ്യവും വർക്ക്ഷോപ്പ് മറ്റേതെങ്കിലും ഐലൻഡിൽ വെച്ചിട്ടാണ് നടത്താറ്. പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റ് കുറച്ച് മോശമായത് കൊണ്ട് സമോയിൽ തന്നെയുള്ള മറ്റൊരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഇത്തവണ വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, കമാലയ വെൽനസ് സാങ്ച്വറി. ഇവിടുന്ന് കമ്പനി ട്രാൻസ്പോർട്ടേഷന് തന്നെയാണ് ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തിയത്. തന്നെ ഡ്രൈവ് ചെയ്ത് വരുന്നവരും ഉണ്ടായിരുന്നു. ഒരു 8:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആ റിസോർട്ടിലെത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഇന്നത്തെ വർക്ക്ഷോപ്പിൽ ഒരു 50-60 പേരോളം ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന വേറൊരു ചേച്ചിയാണ്. ടീം ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരു ബിസിനസ് സ്ഥാപനമായാലും ഒരു വർക്ക് പ്ലേസ് ആയാലും അവിടെ സക്സസ് ഉണ്ടാവുന്നത് ടീം വർക്ക് കൊണ്ടാണ്. അതൊരു വലിയ കമ്പനി ആവുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. അവിടെയുള്ള എല്ലാവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അടിപൊളിയായിട്ട് പോവുക, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉച്ചവരെ ഫോൺ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വാട്ടർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത്. എല്ലാവരെയും കുറേ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടായിരുന്നു ഗെയിംസുകളൊക്കെ. ഗെയിമിൽ തോറ്റ ആൾക്ക് പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് ഒരാൾക്ക് മാത്രമല്ല, ചിലപ്പോൾ ഗ്രൂപ്പായിട്ടും ചെയ്യേണ്ടി വരും. അത് നല്ല ഫണ്ണി ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ്. 9 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഓരോ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുക എന്നുള്ളതായിരുന്നു. ഓവറോൾ ഗെയിമിൽ ജയിച്ചിട്ടുള്ള ടീമിന് ഒരു സ്പെഷ്യൽ പ്രൈസും ബാക്കിയുള്ളവർക്ക് വിഷമാവണ്ട എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഓരോ സമ്മാനങ്ങൾ വെച്ചിട്ട്. മൊത്തത്തിലൊരു ഫൺ പാക്ഡ് ആയിട്ടുള്ള ദിവസമായിരുന്നു അന്ന്. എല്ലാവരും നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്തു. ഗെയിമൊക്കെ കളിച്ച് നല്ല ക്ഷീണമായി. ഒരു 4:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നേരെ കമാലയിലേക്കാണ് പോയത്. അവിടെ എന്നെ കൂട്ടാൻ വേണ്ടി 2 പേര് എത്തിയിട്ടുണ്ടായിരുന്നു. അമ്പിക്കുട്ടി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴേക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൾച്ചേഴ്സൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരുപാട് പേരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടൊരു നല്ലൊരു ദിവസം. അപ്പോൾ അങ്ങനെ